നമ്മളിപ്പോൾ നിൽക്കുന്നത് മേപ്പാടിയിലെ മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിന് അടുത്തുള്ള ശ്മശാനത്തിലാണ്. ഈ രാത്രിയിലും ഇവിടത്തേക്ക് മൃതശരീരങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ശവസംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ചിത ഒരുങ്ങുകയാണ് ഇവിടെ. എന്തായാലും വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. 32 മൃതശരീരങ്ങളാണ് കഴിഞ്ഞ ദിവസവും ഇന്നുമായി ഈ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഈ ശ്മശാനത്തിൽ സംസ്കരിക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും വേദനാജനകമായ കാഴ്ചയാണ്. തൊട്ടു മുമ്പ് നമ്മളിവിടെ എത്തിയ ഘട്ടത്തിൽ ഒരു 58 വയസ്സ് പ്രായമുള്ള വിജയൻ എന്ന് പറയുന്ന മലപ്പുറത്തു നിന്നും എത്തിയിട്ടുള്ള ഒരു ചേട്ടൻ നമ്മളോട് സംസാരിച്ചിരുന്നു. അതായത് 5 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം അല്പസമയം മുമ്പ് സംസ്കരിക്കുന്ന ഒരു വേദനാജനകമായ അവസ്ഥ. സ്വന്തം മകളെ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ മക്കളെ ഓർത്തുകൊണ്ടല്ലാതെ അല്ലെങ്കിൽ ആ ഒരു ഹൃദയം നുറുങ്ങുന്ന വേദനയായിരുന്നു വിജയൻ ചേട്ടൻ അല്പസമയങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത്രയധികം ഹൃദയം നുറുങ്ങുന്ന വേദനയാണ് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ളത്. ആ വിജയൻ ചേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. വിജയേട്ടാ, എന്താ അവസ്ഥ? നേരത്തെ ഏട്ട പറഞ്ഞ പോലെ 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ മൃതദേഹം കഴിഞ്ഞു. അതിൽ ഇതിലെ മറ്റേ ഇതിൻ്റെ ഗ്യാസിന് ദഹിപ്പിക്കുന്ന സംവിധാനമാണ് ചിതാഗ്നിയിൽ, അതിലാണ് അത് ചെയ്തത്. ഇതാണ് ഒരു വീട്ടിലത്തെ 5 ആൾ മരിച്ചതിലത്തെ 4ാമത്തെ ആളാണിത്. ഇനി ഒന്നും കൂടി കൊണ്ടുവരേണ്ടതാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ 2 ബോഡിയും കൂടി ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അതിനെ ഇവർ റെഡിയാക്കിയാണ്ട് നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ ഇവിടെ മൃതദേഹമൊക്കെ ദഹിപ്പിക്കുമ്പോൾ നിങ്ങളുടെ അവിടുന്ന് നമ്മളിങ്ങോട്ട് തിരിച്ച് പോരുക ചെയ്തത്. അതിലേക്ക് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കാൻ വേണ്ടി അത് കെട്ടഴിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയും ഇതായി. നമ്മളവിടുന്ന് അത്രയും സങ്കടം സഹിക്കാൻ പറ്റാതെ നമ്മളവിടുന്ന് തിരിഞ്ഞ് പോരുക ചെയ്തത്. അത് കഴിഞ്ഞു. ഇപ്പോൾ അത് ബോഡി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് 32 മൃതദേഹങ്ങളാണ് ഇന്നലെയും ഇന്നുമായി ഇവിടെ സംസ്കരിച്ചിട്ടുള്ളത്. ഇപ്പോഴും മൃതദേഹങ്ങൾ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സേവാഭാരതിയുടെ പ്രവർത്തകരാണ് ഇവിടെ ഈ മൃതദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത്. ഇവർ പല മേഖലയിൽ നിന്നും എത്തിയിട്ടുള്ളതാണ്, പല ജില്ലയിൽ നിന്നും എത്തിയിട്ടുള്ളതാണ്. ഒറ്റപ്പാലത്ത് നിന്നും അതുപോലെ തന്നെ മലപ്പുറത്ത് നിന്നുമൊക്കെ ആയിട്ട് ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളവരാണ് ഇവരെല്ലാവരും തന്നെ. എന്തായാലും ഇനിയും മൃതശരീരങ്ങൾ, അതായത് ഈ വെള്ളാർമല അതുപോലെ തന്നെ ചൂരൽമല തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ, മുണ്ടക്കൈ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ മരണപ്പെട്ടിട്ടുള്ളവർക്ക് അവരുടെ സ്വന്തം ഭൂമി പോലും നഷ്ടപ്പെടുകയാണ്. സാധാരണഗതിയിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പലരും പറയാറുണ്ട്, മരണപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആകെയുള്ള സ്വത്ത് എന്ന് പറയുന്നത് ഒരു 6 അടി മണ്ണാണ്. പക്ഷേ ആ മണ്ണ് പോലും പ്രകൃതി കൊണ്ടുപോകുന്ന ഒരു മലവെള്ളപ്പാച്ചിൽ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അവർക്ക് ഈ മൃതദേഹം സംസ്കരിക്കാൻ പോലുമുള്ളൊരു സ്ഥലമില്ലാത്തൊരു പരിമിതിയുള്ള ഘട്ടത്തിലാണ് ഈ മേപ്പാടിയിൽ തന്നെയുള്ള മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിനടുത്തുള്ള ഈ പറയുന്ന ശ്മശാനത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഒറ്റത്തവണ ഒരേ സമയം തന്നെ 12 മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ, ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് പോലും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഇവിടെ നടന്നിട്ടുണ്ട്. സാധാരണയിൽ 3 മൃതദേഹങ്ങൾ മാത്രമാണ് ഒരേ സമയം ദഹിപ്പിക്കാൻ കഴിയുക. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബാക്കിയുള്ള 9ഓളം തന്നെ ചിതകൾ ഇവിടെ ഒരുക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഇവിടെ നമുക്ക് കാണാം, അത്രയേറെ ചിതയൊരുക്കി കാത്തു നിൽക്കുന്ന പോലെ നമ്മളെല്ലാവരും ഉറ്റവരെയും ബന്ധുക്കളെയും എല്ലാം കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ചിതയൊരുങ്ങി വെക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഒരു 2 മൃതദേഹങ്ങൾ കൂടി ഇവിടത്തേക്ക് എത്താനുണ്ട് എന്നുള്ള കാര്യം അല്പസമയങ്ങൾക്ക് മുമ്പ് അറിയിപ്പ് ലഭിച്ചിരുന്നു. അവരുടെ ബന്ധുക്കൾ നേരത്തെ ഇവിടെ എത്തി ക്ഷേത്രത്തിൻ്റെയും ശ്മശാനത്തിൻ്റെയും ഒക്കെ ഭാരവാഹികളോട് സംസാരിച്ചിരുന്നു. അല്പസമയത്തിന് മുമ്പ് 2 പേരുടെ മൃതദേഹം ചൂരൽമലയിൽ നിന്ന് മരണപ്പെട്ടവരാണ്. അവരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. 2 പേരുടെ മൃതദേഹങ്ങൾ ഇവിടത്തേക്ക് അല്പസമയത്തിനകം എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ വയനാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 160-ലധികം പേരാണ് മരണപ്പെടുന്നത്. അത്രയധികം പേർ ഇനിയിപ്പോൾ ആ മണ്ണിനടിയിൽ കാണാനുണ്ട് എന്നുള്ള കാര്യം കൂടി, അല്ലെങ്കിൽ കണ്ടുകിട്ടാനുണ്ട് എന്നുള്ള കാര്യം കൂടി വിവരമായി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത തന്നെയാണ് പറയാനുള്ളത്. ഇന്നലെ നിലമ്പൂരിൽ നിന്ന് എത്തിച്ചിട്ടുള്ള, ഇന്നത്തോടു കൂടിയാണ് നിലമ്പൂരിൽ നിന്നുള്ള മൃതശരീരങ്ങൾ മേപ്പാടിയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ എത്തിച്ചേർന്നിട്ടുള്ള മൃതദേഹങ്ങൾ ഇനി ബന്ധുക്കൾ തിരിച്ചറിയുന്നുണ്ട്. പലരും നിലമ്പൂരിൽ നിന്ന് എത്തിയിട്ടുള്ള മൃതശരീരങ്ങളിൽ ഈ ശരീര അവശിഷ്ടങ്ങൾക്ക് വലിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിച്ചതുകൊണ്ട് തന്നെ അവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി കഴിയാത്ത ഒരു പരിമിതി അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ DNA ടെസ്റ്റ് ഉൾപ്പെടെ നടത്തിയായിരിക്കും ആ മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നുള്ള കാര്യം കൂടി നമുക്ക് ഔദ്യോഗികമായി തന്നെ അറിയിപ്പ് ലഭിക്കുന്നുണ്ട്. അതിന് പുറമെ നിരവധിയായിട്ടുള്ള ശരീരഭാഗങ്ങളും ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്.